സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ നമസ്കാരം. അങ്കന്റെയും അനങ്കന്റെയും പുത്രനായ വേനനാണ് പിന്നീട് സിന്ധു നദീ തീര ജനതയുടെ സംരക്ഷകനായി അവരോധിക്കപ്പെടുന്നത്. വേനനെയും ഒരർത്ഥത്തിൽ പറഞ്ഞ രാജാവാക്കുന്നത്, ഞാൻ കഴിഞ്ഞ തവണ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ആദ്യകാലങ്ങളിലെ രാജാവ് എന്ന് പറയുന്ന പദത്തിന് നമ്മൾ പിൽക്കാലത്ത് കണ്ടിട്ടുള്ള ആർഭാടങ്ങളൊന്നും, ശാരീരികമായ ആർഭാടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന യാഥാർത്ഥ്യം ഓർക്കേണ്ടതാണ്. ഒരുപക്ഷെ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കാലം മുതൽ ആയിരിക്കണം ചരിത്രപരമായിട്ടുള്ള അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് രാജാവ് എന്ന് പറയുന്നത് വലിയ ആർഭാടങ്ങളോടെ ശാരീരികമായ യോഗ്യതകൾ കാണിക്കുന്ന ഒരു ആളായി ആണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ആദ്യകാലങ്ങളിലെ നമ്മൾ പറയുന്ന ഈ രാജാവുണ്ടല്ലോ, അതായത് ഭൃഗുക്കളുടെയും അങ്കിരസന്മാരുടെയും മരീചികളുടെയും ഒക്കെ കാലത്ത് രാജാവ് എന്ന പദം ഉണ്ടായിരുന്നുവെന്നല്ലാതെ രാജാവിന് പ്രത്യേകമായി യാതൊരു പരിഗണനകളും ഉണ്ടായിരുന്നില്ല. പരിഗണനകളില്ലായിരുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. പിൽക്കാലത്ത് രാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിരുന്ന ഈ ആർഭാടങ്ങളുണ്ടല്ലോ, ആ ആർഭാടങ്ങളൊന്നും ആദ്യകാലത്തെ രാജാക്കന്മാർക്ക് അനുവദിക്കപ്പെട്ടിരുന്നില്ല, അതേക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദീ തീരങ്ങളിൽ നിന്നൊക്കെ ആത്മരക്ഷാർത്ഥം അല്ലെങ്കിൽ ജീവരക്ഷാർത്ഥം സിന്ധു നദിയുടെ തീരത്ത് വന്നെത്തിയ ആ പ്രാചീന ജനതയുണ്ടല്ലോ, അവരൊക്കെ ജീവിച്ചു പോയത്, അവരൊക്കെ രാത്രിയിൽ പോലും നിദ്ര കൊണ്ടത് ശാലകളിലാണ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ് ശാല? ശാല എന്ന പദത്തിന് പോലും വലിയ മാറ്റങ്ങളുണ്ടായി പിൽക്കാലത്ത്. അതാ ശാലയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ശുക്രദശയുടെ ചരിത്രം എന്ന് പറയുന്ന ഗ്രന്ഥത്തിനകത്ത് പോഞ്ഞിക്കര റാഫി വ്യക്തമാക്കുന്നുണ്ട്. അക്കാലത്ത് ശാല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, ശാല എന്നാൽ മരക്കൊമ്പ് എന്നാണ് അർത്ഥം. അപ്പൊ ശാലകളിലാണ് ആദ്യകാലത്ത് മനുഷ്യർ താമസിച്ചത്, നിദ്ര കൊണ്ടത് എന്ന് പോലും, വിശ്രമിച്ചത്. തെറ്റിദ്ധരിക്കരുത് ആ ശാലകളൊക്കെ വിശാലമായ ഹാളുകളാണ് എന്ന്. അല്ല, മരക്കൊമ്പുകളെയാണ് അവർ ശാല എന്ന് പറഞ്ഞത്. പിൽക്കാലത്താണ് ശാല എന്ന അർത്ഥത്തിൽ വരുന്ന എല്ലാ പദങ്ങളും പുതിയ പുതിയ പദങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയത്. അങ്ങനെ ഭോജനശാലയുണ്ടായി, വായനശാലയുണ്ടായി, നിദ്രാശാലയുണ്ടായി. ഇന്ന് നമ്മൾ കേൾക്കുന്നതായിട്ടുള്ള എല്ലാവിധ ശാലകളും ആ മരക്കൊമ്പ് എന്ന് പറയുന്ന ആദ്യകാല ശാലയുടെ അടിസ്ഥാനത്തിലാണ് രൂപം കൊണ്ടിട്ടുള്ളത്. ഇന്നിപ്പോൾ നമ്മൾ ആരും ശാല എന്ന് പറയുമ്പോൾ മരക്കൊമ്പ് എന്ന് അർത്ഥമാക്കുന്നില്ല. പക്ഷേ വ്യക്തമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു സംഗതി തന്നെയാണ്, ആദ്യകാലത്ത് നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള മനുഷ്യര് സിന്ധു നദിയുടെ തീരത്ത് പോലും, യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയുടെ തീരത്ത് ഉള്ള കാലത്തു തന്നെ ധാരാളം ഉണ്ടായിരുന്ന ആ സംഭവം ഇവിടെ വന്നിട്ടും ആവർത്തിച്ചിട്ടുണ്ട് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പം ശാല എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ ഈ കേൾക്കുന്നതായിട്ടുള്ള വിശാലമായ ഹാളുകളല്ല എന്ന് മനസ്സിലാക്കുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ
മരക്കൊമ്പുകളിൽ ജീവിതം കണ്ടെത്തിയ, നിദ്രാസുഖം പോലും കണ്ടെത്തിയ നമ്മുടെ പൂർവികന്മാർ താഴേക്ക് ഇറങ്ങി വന്ന് സിന്ധു നദിയുടെ തീരദേശങ്ങളിൽ ജീവിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെയുള്ള ആ ജീവിതം കുറേ കാലത്തേക്ക് അങ്ങ് പോവുകയാണ്. അപ്പോഴാണല്ലോ ഹാർമണി എന്നൊക്കെ പറയുന്ന, അനാർക്കി എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ പ്രഭാഷണത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുള്ളൊരു വസ്തുതയുണ്ട്. കാരണവന്മാരായിട്ടുള്ളവർ, അതായത് ഈ സിന്ധു നദീ തീര ജനതയുടെയൊക്കെ കാരണവന്മാർ എന്ന് പറയാവുന്നവരായ ഭൃഗുക്കളും അങ്കിരസന്മാരും മരീചികളുമൊക്കെ കൂടിച്ചേർന്നുകൊണ്ട് ഈ അനാർക്കിയിൽ നിന്ന്, ഈ അരാജകത്വത്തിൽ നിന്ന് സിന്ധു ജനതയെ രക്ഷിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയായിട്ടാണ് രാജാവ് എന്ന് പറയുന്ന വാക്ക് തന്നെ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് രാജാവിനെ തിരഞ്ഞെടുക്കുന്നത് എന്നും മറ്റും നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്നാൽ ഒരു രാജാവിനെ അധികാരമേൽപ്പിക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി, അതാണ് പറയുന്നത്, അധികാരമല്ല, റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരുന്നില്ല. നമ്മൾ കണ്ടു കഴിഞ്ഞു എത്രയോ യുവാക്കൾ അതിനായി തിരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും അവരിൽ പലരും കാടിൻ്റെ ഏകാന്തതയിലേക്ക് ഓടി ഒളിക്കുകയാണ് ചെയ്തത്. അവരാരും രാജാവാൻ ആഗ്രഹിച്ചില്ല, വന്നില്ല. എന്തായിരിക്കും കാരണം? അവർ ഭയന്നു പോവുകയാണ്. ഇത്ര വലിയ ജനതയെ എങ്ങനെ കൈകാര്യം ചെയ്യും? അവർക്ക് അടിസ്ഥാനപരമായിട്ടൊന്നും യാതൊരു തരത്തിലുള്ള ശിക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ രാജാവ് എന്ന് പറയുന്ന ആള് എങ്ങനെയാണ് ഈ ജനതയെ നയിക്കേണ്ടത്, എങ്ങനെയൊക്കെ ഉള്ള അറിവുണ്ടായാൽ ഈ ജനതയെ നല്ലതുപോലെ നയിക്കുവാൻ കഴിയും എന്ന് ഈ കൂട്ടത്തിലുണ്ടായിരുന്നവരിൽ ഏറ്റവും പ്രസിദ്ധനായ, ഏറ്റവും പ്രധാനിയായ, ഏറ്റവും ബുദ്ധിമാനായ, ഏറ്റവും സ്നേഹസമ്പന്നനായ ഭൃഗുക്കൾ ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു നിയമാവലി ഉണ്ടാകുന്നത്. ഒരു അനാർക്കി എന്ന് പറയുന്ന അവസ്ഥ സംജാതമായി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിയമമില്ലാതെ സമാധാനം വീണ്ടെടുക്കുവാൻ കഴിയുകയില്ല. അപ്പൊ ഭൃഗു മഹർഷി അതിൽ തന്നെ ഏറ്റവും കാരണവരായിട്ടുള്ള ഭൃഗു മഹർഷിയുടെ മനസ്സിൽ നിന്ന് മുളച്ചു വന്നതാണ് ബ്രഹ്മദണ്ഡ നീതി എന്ന് പറയുന്ന നിയമാവലി. എന്താണ് അതിന് ബ്രഹ്മദണ്ഡ നീതി എന്ന പേരിൽ അറിയപ്പെട്ടത്? ശരിക്കും അത് അറിയപ്പെടേണ്ടത് ഭൃഗുദണ്ഡ നീതി എന്നുള്ള പേരിലായിരുന്നുവല്ലോ. സംശയമൊന്നും വിചാരിക്കണ്ട. അതിന് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൂട്ടത്തിലെ ഏറ്റവും കാരണവരായ പണ്ഡിതനും സ്നേഹസമ്പന്നനും ഉദാരമതിയും സാർവത്രിക സാഹോദര്യത്തിൽ വിശ്വസിച്ചിരുന്ന ആളുമായ ഭൃഗുവിനെ ചരിത്രം അറിയുന്നത് ബ്രഹ്മാവ് എന്ന അർത്ഥത്തിലാണ്. മറ്റൊരു ബ്രഹ്മാവില്ല. ഈ ഭൃഗുവല്ലാതെ മറ്റൊരു ബ്രഹ്മാവില്ല എന്നാണ് ചരിത്രം പറയുന്നത്. ചരിത്ര ദൃഷ്ട്യാ നമുക്ക് ഭൃഗുവിനെ തന്നെ ബ്രഹ്മാവായി കാണുവാനും സാധിക്കുകയുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുതിയ ഒരു നിയമാവലിയാണ്. ആ നിയമാവലി അറിയപ്പെടുന്നത് ബ്രഹ്മദണ്ഡ നീതി എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതറിയപ്പെടേണ്ടത് ഭൃഗുദണ്ഡ നീതി എന്നായിരുന്നു എന്നതാണ്. അപ്പോൾ അങ്കന്റെയും അനങ്കന്റെയും അതിനു മുൻപുണ്ടായിരുന്ന രാജാക്കന്മാരുടെയും ഒക്കെ ഭരണം സുഗമമാക്കുവാൻ വേണ്ടി ഭൃഗു മഹർഷി രൂപം കൊടുത്ത നിയമസംഹിതയാണ് ബ്രഹ്മദണ്ഡ നീതി എന്നറിയപ്പെടുന്നത്. അത് യഥാർത്ഥത്തിൽ അറിയപ്പെടേണ്ടത് ഭൃഗുദണ്ഡ നീതി എന്നാണ് എന്നുള്ളതിനും ഇപ്പോൾ എൻ്റെ കേൾവിക്കാർക്ക് സംശയമുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള ആ
ഭൃഗുദണ്ഡനീതി അടിസ്ഥാനപ്പെടുത്തിയാണ് അങ്കനും അനങ്കനും രാജ്യം ഭരിച്ചത്. അപ്പോൾ അവരുടെ ഭരണം, അവരുടെ സംരക്ഷണം, അതാണ് അവരുടെ സംരക്ഷണം മാതൃകാപരമായി എന്നുള്ളതാണ്. അത് മാതൃകാപരമായതിൻ്റെ കാരണം അവർക്ക് ഫോളോ ചെയ്യുവാൻ, അവർക്ക് അനുസരിക്കുവാൻ ഇവിടെ ഒരു നിയമാവലി ഉണ്ടായി എന്നുള്ളതാണ്. ആ നിയമാവലി രൂപം കൊടുത്തത് ഭൃഗു മഹർഷിയാണ്. അങ്ങനെ അവർക്ക് അവരുടെ കാലം വലിയ കുഴപ്പം കൂടാതെ ഭരിച്ച് അവസാനിപ്പിക്കുവാൻ സാധിച്ചു. മാത്രമല്ല, ആ ഭരണകാലത്ത് സാധാരണ മനുഷ്യർക്കും നല്ലതുപോലെ സമാധാനവും സന്തോഷവും ഉണ്ടാവുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 100-120 വർഷങ്ങളോളം നമ്മുടെ അങ്കനും അനങ്കനും കൂടി സിന്ധു തീരം സംരക്ഷിച്ചിരിക്കും. ഏറ്റവും ചുരുങ്ങിയതാണ് ഞാൻ ഈ പറയുന്നത്. ചരിത്രം ഒരാൾക്കും 120 വർഷത്തേക്കാൾ കൂടുതൽ ആയുസ് കൽപ്പിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് അങ്കനും അനങ്കനും ഏറിയാൽ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് 100-120 അങ്ങേ അറ്റം ഒരു 150 വർഷങ്ങളാണ് ഭരണത്തിൽ ഉണ്ടായിരുന്നിരിക്കുക. അതാ അപ്പോൾ ഈ 150 വർഷം എടുക്കും. അതാണ് മാക്സിമം തന്നെ. ഈ 150 വർഷങ്ങൾ നമ്മുടെ സിന്ധു നദീതീരത്തെ ജനതയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസവും സന്തോഷകരവുമായിരുന്നു എന്നുള്ളതാണ്. അവർക്ക് അടിസ്ഥാനപരമായി ജീവിതത്തിനൊരു താളമുണ്ടാവുകയാണ്. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതടത്തിൽ നിന്ന് ഇവിടെ എത്തിയ മനുഷ്യർക്ക് അടിസ്ഥാനപരമായി യാതൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് ജീവിതത്തെക്കുറിച്ച് ഒന്നും അറിയുമായിരുന്നില്ല. മറിച്ച് 150 വർഷങ്ങൾ 2 രാജാക്കന്മാരും കൂടി അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരെ മുഴുവനും സംരക്ഷിക്കുവാൻ തയ്യാറെടുത്ത് കാര്യങ്ങൾ ചെയ്തപ്പോൾ ജീവിതത്തിന് വലിയ താളമുണ്ടാവുകയാണ്. അവരുടെ നൊമാഡിക് ലൈഫ് ഇല്ലാതെയാവുകയാണ്, അസ്തമിക്കുകയാണ്. അവർ ശാലകളിൽ നിന്ന് താഴേക്കിറങ്ങി ചെറിയ ചെറിയ പർണശാലകൾ കെട്ടി ജീവിക്കാൻ തുടങ്ങി. നിസ്സാരപ്പെട്ട സംഭവമായിരുന്നില്ല മനുഷ്യ ചരിത്രത്തിൽ. ഈ ശാലയിൽ നിന്നിറങ്ങി കിളികൾ കൂണുകൂട്ടുന്നത് പോലെ ചെറിയ ചെറിയ കുടിലുകൾ വച്ച് ജീവിതം ആരംഭിക്കുന്നത്. ആ കുടിലുകളാണല്ലോ, ആ പർണശാലകളാണല്ലോ സ്വാഭാവികമായും പിന്നീട് ഇഷ്ടിക ഭവനങ്ങളും മറ്റുമായിട്ട് ഉയർന്ന് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള വലിയ ബിൽഡിങ്ങുകളായി രൂപം പ്രാപിച്ച് ഉയർന്നു നിൽക്കുന്നത്. അപ്പോൾ അങ്കന്റെയും അനങ്കന്റെയും ഭരണശേഷം അനങ്കന്റെ പുത്രനായ വേനൻ എന്ന് പറയുന്ന യുവാവ് സിന്ധു നദീതീരത്തെ രാജാവാകുകയാണ്. വേനൻ രാജാവാകുമ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. വ്യത്യസ്തമായ ഒരു അവസ്ഥയുണ്ടായി നമ്മുടെ സിന്ധു നദീതടത്തിൽ. അവിടുത്തെ ജനങ്ങൾ കുറച്ചുകൂടെ രാജഭരണത്തെ പറ്റി അറിയുന്നവരായി മാറി. 150 വർഷങ്ങൾ ഏകദേശം 2 തലമുറകൾ തന്നെ മാറിക്കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ പോയി കഴിഞ്ഞപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സാധാരണ മനുഷ്യന് മനസ്സിലാവുകയാണ്. എന്താണ് രാജാവ്, എന്താണ് രാജഭരണം, എന്തിനാണ് രാജഭരണത്തിൻ്റെ ആവശ്യം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്നതോടുകൂടെ, അതായത് ഭരണത്തെപ്പറ്റി കുറേ കാര്യങ്ങൾ അറിയുന്നതോടൊപ്പം തന്നെ ജീവിതത്തെക്കുറിച്ചും നല്ലതുപോലെ അറിയുവാൻ തുടങ്ങി. എന്താണ് ജീവിതത്തെക്കുറിച്ച്
അറിയാനുള്ളത് പ്രധാനമായും ജീവിതം അതിൻ്റെ ഒരു താളത്തിലേക്ക് എത്തിപ്പെടുകയാണ്. അതാണ് ആദ്യകാലങ്ങളിൽ നമ്മുടെ അങ്കൻ്റെയും അനങ്കൻ്റെയും ഭരണസമയത്ത്, അതിൽ തന്നെ പ്രത്യേകിച്ച് അങ്കൻ്റെ ഭരണകാലത്ത് യാതൊരു തരത്തിലുള്ള താളബോധവും ജീവിതത്തിലുണ്ടായിരുന്നില്ല. ആഹാര സമ്പാദനത്തിനെ പറ്റി പോലും അവർക്കൊന്നും അറിയുമായിരുന്നില്ല. ആഹാര സമ്പാദനത്തിന് അവർക്ക് ഒറ്റ വഴി മാത്രമാണ് ഉണ്ടായിരുന്നത്: ആടുമാടുകളെ വേട്ടയാടി ജീവിക്കുക, ഫലമൂലാദികൾ കവർന്നെടുത്ത് ജീവിക്കുക. പറിച്ചെടുത്ത് ജീവിക്കല്ല, കവർന്നെടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിനും അനാവശ്യത്തിനും അതങ്ങ് തമർത്തിക്കളയുക. കൺമുമ്പിൽ നിറഞ്ഞു നിൽക്കുന്ന ഏതെങ്കിലും ഒരു 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 ഫല വൃക്ഷം. അപ്പോൾ യാതൊരു തരത്തിലുള്ള അച്ചടക്ക ബോധവും ജീവിതത്തിൽ അവർക്കുണ്ടായിരുന്നില്ല. എന്നാൽ 150ഓളം വർഷങ്ങൾക്ക് ശേഷം വേനൻ അധികാരത്തിൽ വരുന്നതിന് മുൻപേ തന്നെ, എത്രയോ മുൻപേ തന്നെ, സിന്ധു നദീതട മനുഷ്യർ കൃഷിയെപ്പറ്റി അറിഞ്ഞു കഴിഞ്ഞിരുന്നു, കൃഷി ചെയ്യാൻ തുടങ്ങിയിരുന്നു, പാടശേഖരങ്ങളാക്കി മാറ്റാൻ കഴിഞ്ഞിരുന്നു കുന്നിൻ ചെരുവുകളും മലമ്പ്രദേശങ്ങളും അവർക്ക്. അപ്പം കൃഷി എന്ന് പറയുന്ന ഒരു ആധുനിക അറിവ് അവരുടെ മനസ്സിനകത്ത് നല്ലതുപോലെ മുളപൊട്ടുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ കൃഷിയെപ്പോലെ ഇത്രയും മനുഷ്യ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള മറ്റൊന്നുമില്ല എന്നവർക്ക് പൂർണ്ണമായും ബോധ്യം വരികയാണ്. പോനിക്കൽ റാഫി എഴുതിയിട്ടുള്ള ശുക്രദശയുടെ ചരിത്രം എന്ന ഗ്രന്ഥത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായ സഫീന റാഫി മനുഷ്യൻ എങ്ങനെയാണ് കൃഷിയുമായി ബന്ധപ്പെട്ടത്, കൃഷി ഏതൊക്കെ രീതിയിലാണ് മനുഷ്യ സംസ്കാരത്തെ സ്വാധീനിച്ചത് എന്ന കാര്യത്തെക്കുറിച്ച് നല്ലതുപോലെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ആദ്യകാലത്ത് കൃഷി എന്ന് പറയുന്ന സംഭവം മനുഷ്യൻ്റെ കൈവശം എത്തിപ്പെടുമ്പോൾ മനുഷ്യ സംസ്കാരത്തിൻ്റെ ആദ്യത്തെ പടവ് എന്ന് പറയാവുന്നത് കൃഷിയാണ്. കൃഷി ചെയ്യാൻ തുടങ്ങിയതോടുകൂടെ മനുഷ്യൻ ഭൂമിയുമായി അഭേദ്യമായി ബന്ധപ്പെടുകയാണ്. നീർച്ചാലുകൾ കണ്ടെത്തുന്നു, അനാഥമായി ഒഴുകിപ്പോകുന്ന നീർച്ചാലുകളെ വേണ്ടതുപോലെ ഒതുക്കി കൃഷിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. അങ്ങനെ പ്രകൃതിയിൽ പരന്നു കിടക്കുന്ന പല സാധനങ്ങളെയും ആവശ്യത്തിനനുസരിച്ച് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മനുഷ്യ ജീവിതത്തിന് സുഖകരമായ അന്തരീക്ഷം ഉണ്ടാക്കുവാൻ കൃഷി അവരെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ കൃഷി എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു ഭാവമായി മാറുകയാണ്. മാത്രവുമല്ല, ഈ കൃഷിയാണ് അവരെ തന്നെ സാംസ്കാരിക രംഗത്തേക്ക് പോലും, അവരെ സംസ്കാര സമ്പന്നരാക്കുന്നത് പോലും ഈ കൃഷിയാണ്. വേനൻ എന്ന് പറയുന്ന രാജാവ് അതുകൊണ്ട് അധികാരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായും അയാൾക്ക് രാജഭരണം തൻ്റെ പൂർവികന്മാരുടെ അവസ്ഥയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുവാൻ കഴിയുകയാണ്. മനുഷ്യർ, അയാളുടെ ചുറ്റുവട്ടത്തുള്ള മനുഷ്യരുണ്ടല്ലോ, അവരൊക്കെ മനുഷ്യര് എന്നുള്ളതിനേക്കാളും പ്രജകളായി മാറുകയാണ്. എന്താണ് ഈ മാറ്റം? വേനൻ എന്ന് പറയുന്ന രാജാവിൻ്റെ ആജ്ഞകൾ സ്വീകരിക്കുവാനും അത് അനുസരിച്ച് പ്രവർത്തിക്കുവാനും തയ്യാറായ ഒരു പറ്റം മനുഷ്യരായി മാറുകയാണ്. അവരെയാണ് പ്രജകളെന്ന് പറയുന്നത്. അങ്കൻ്റെയും അനങ്കൻ്റെയും കാലത്ത് അങ്ങനെ ശീലമുള്ള ഒരു പ്രജകളെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. സ്നേഹം കൊണ്ട് പൊതിഞ്ഞവരാണ് അങ്കനും അനങ്കനും. ബ്രഹ്മദണ്ഡനീതി അഥവാ ഭൃഗുദണ്ഡനീതി എന്ന് പറയുന്ന ഗ്രന്ഥത്തിനകത്ത് വളരെ വ്യക്തമാക്കിയിട്ടുള്ളൊരു കാര്യമുണ്ട്. രാജാവ് എന്ന് പറയുന്നത് പ്രജകളെ സംബന്ധിച്ചിടത്തോളം അച്ഛനും അമ്മയുമാണ്. അല്ലാതെ രാജാവിന് പ്രത്യേകമായ അധികാരങ്ങൾ, ദണ്ഡനത്തിനുള്ള അധികാരങ്ങളൊന്നുമില്ല. ബ്രഹ്മദണ്ഡനീതി എന്ന് പറയുന്നുണ്ടെങ്കിലും ദണ്ഡനാധികാരമൊന്നും രാജാവിന് അക്കാലത്ത് ഭൃഗു മഹർഷി കൊടുത്തിരുന്നില്ല. എന്നാൽ അതേ സമയത്ത് ഒരു അനാർക്കി സംഭവിക്കുമ്പോൾ ആ അനാർക്കിയിൽ നിന്ന് ജനതയെ രക്ഷിക്കുവാൻ രാജാവിന് അത്യാവശ്യമായി വരുന്ന പക്ഷം
ചെറിയ തോതിലുള്ള ദണ്ഡനങ്ങളാവാം എന്നുള്ളതാണ്. അല്ലാതെ രാജാവിന് നമ്മളിപ്പോൾ പല ആൾക്കാരും ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഭരണകാലത്തിന് ശേഷമാണ് ഈ രാജാവ് എന്ന് പറയുന്നത് പ്രജാദണ്ഡകനാവുന്നതിൽ തെറ്റില്ല എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പം എവിടെ മുതലാണ് രാജാവ് അധികാരസ്ഥനാകുന്നത് എന്ന് ചരിത്രം നല്ലതുപോലെ വ്യക്തമാക്കുന്നുണ്ട്. ബ്രഹ്മദണ്ഡ നീതിയിൽ ഒരു കാരണവശാലും ഈ രാജാവിന് ദണ്ഡനാധികാരത്തിനെ പറ്റി വല്ലാതെ മോഹിക്കാൻ അവകാശമില്ല എന്നാണ്. അപ്പോൾ അങ്കൻ്റെയും അനങ്കൻ്റെയും കാലത്ത് രാജാവ് എന്ന് പറയുന്നത് കേവലം സംരക്ഷകൻ മാത്രം. എന്നാൽ ആ അവസ്ഥയിൽ നിന്ന് ഒരു 100 വർഷങ്ങളുടെയൊക്കെ ഭരണശേഷം ഉണ്ടായ അവസ്ഥ വ്യത്യസ്തമാണ് എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. വേനൻ രാജാവാകുന്നത് വ്യത്യസ്തമായ ഒരു രീതിയിലോ അവസ്ഥയിലോ ആകുന്നു. വേനൻ ആദ്യകാലങ്ങളിൽ രാജാവായി കഴിഞ്ഞപ്പോൾ വളരെ നല്ല പ്രജാക്ഷേമ തൽപരനും പ്രജകളെ അങ്ങേയറ്റം സ്നേഹത്തോടെ കാണുന്നവനും ദയാവാത്സല്യമൊക്കെ നല്ലതുപോലെ കാണിച്ചവനുമാകുന്നു. തൻ്റെ പൂർവികന്മാരായിട്ടുള്ള അങ്കൻ്റെയും അനങ്കൻ്റെയും പോലെ തന്നെ പ്രജകളെ നല്ലതുപോലെ സ്നേഹിക്കുകയും അവരോട് ബഹുമാനപൂർവം തന്നെ പെരുമാറുകയും ചെയ്ത രാജാവാണ്. അതാണ്. എന്നാൽ രണ്ടാമത്തെ ഒരു തവണ പോലും, അതായത് കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം വീണ്ടും രാജാവിനെ അധികാരത്തിലേക്ക് വീണ്ടും ഉയർത്തുന്ന ഒരു അവസ്ഥ, അതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ആ കാലഘട്ടത്തിൽ രാജാക്കന്മാരുടെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് പോലും നല്ല അധികാരമുണ്ടായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ എന്നാണ്. അവർക്ക് വേണ്ടായെങ്കിൽ, അവർക്ക് മടുത്തുവെങ്കിൽ ഈ രാജനെ മാറ്റിയിട്ട് വേറെ ഒരു രാജാവിനെ തിരഞ്ഞെടുക്കുവാനുള്ള അധികാരമുണ്ടായിരുന്നു, അവകാശമുണ്ടായിരുന്നു എന്നാണ് അത് കാണിക്കുന്നത്. രണ്ടാമത്തെ തവണ വേനൻ രാജാവായി എന്നാണ് പറയുന്നത്. നമ്മുടെ പുരാണങ്ങളിലൊക്കെ ഈ വേനനെ കുറിച്ച് നല്ലതുപോലെയുള്ള പരാമർശങ്ങളുണ്ട്. രണ്ടാം തവണയും വേനൻ രാജാവാകുമ്പോൾ എന്ന് പറയുമ്പോൾ ആരാണ് രണ്ടാമത്തെ തവണ വേനൻ രാജാവാക്കിയത്? ഗ്രീസിലും അതേപോലെ തന്നെ റോമിലും ഒക്കെ രാജഭരണം തന്നെയായിരുന്നു വലുവക്കാലത്ത്. അവിടെയും ഈ രാജാവിനെ സംബന്ധിച്ചിടത്തോളം അവർ നടപ്പാക്കിയ ചില പദ്ധതികളുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇവിടെ മുഴുവനും ഇമിറ്റേറ്റ് ചെയ്യുകയാണല്ലോ രാജാഭരണത്തെക്കുറിച്ച് പോലും, റോമിൽ നിന്നും ഗ്രീസിൽ നിന്നും ഒക്കെ, ആഥൻസിൽ നിന്നും ഒക്കെ. അപ്പം അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രാക്ടീസാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ രൂപങ്ങൾ നമുക്ക് ആദ്യകാല ഛായകൾ നമുക്കതിൽ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ആദ്യം ഒരു തവണ രാജാവാകുന്നു ഒരാൾ, ആ രാജാവിനെ തന്നെ രണ്ടാമതും രാജാവായി തിരഞ്ഞെടുക്കുമ്പോൾ, അല്ലെങ്കിൽ രണ്ടാമതും രാജാവായി അയാൾ അവരോധിക്കപ്പെടുമ്പോൾ എന്ന് പറയുമ്പോൾ അവിടെ ഒരു കാര്യം വ്യക്തമാണ്. കുറച്ചു കാലം രാജാവായി കഴിഞ്ഞതിന് ശേഷം അയാൾ തന്നെ മതിയോ അതോ അയാളെ മാറ്റേണ്ടതുണ്ടോ എന്നതിനുള്ള ഒരു അവകാശം, എന്നതിനുള്ള ഒരു അധികാരപത്രം സാധാരണ മനുഷ്യർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പം രണ്ടാം തവണ രാജാവാകുന്നു വീണ്ടും വേനൻ എന്നാണ്. ആദ്യ തവണ രാജാവാകുന്നത് വേനൻ വളരെ സ്നേഹസമ്പന്നനാണ്. ഈ വേനൻ നമ്മുടെ വേദങ്ങളിലൊക്കെ സൂക്തങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. ഋഗ്വേദത്തിൽ പോലും വേനന്റെ സൂക്തമുണ്ട്, അഥർവവേദത്തിൽ നല്ലതുപോലെയുണ്ട്. ആ വേദങ്ങളിലും
ഒക്കെ അയാൾ എഴുതി വച്ചിരിക്കുന്ന സൂത്രങ്ങളൊന്ന് പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാവും. അതായത് അയാൾക്ക് പ്രജകളോട് വലിയ സ്നേഹമാണ് എന്നാണ്. പ്രജകളുടെ സ്നേഹം, പ്രജകളുടെ ജീവിതം, അതാണ് ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനം എന്ന് പറഞ്ഞ വേനൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ വീണ്ടും രാജാവാകുകയാണ്. വീണ്ടും അയാൾ രാജാവായതോടെ അയാൾക്ക് ഉറപ്പായി ഇനി തന്നെ താടിയിറക്കുന്ന ഒരു പ്രവൃത്തി ഉണ്ടാവുകയില്ല എന്ന്. അങ്ങനെ രണ്ടാമതും രാജാവായ വേനൻ പിന്നീട് സംസാരിക്കുന്നത് വളരെ വിചിത്രമായ ഭാഷയിലാണ്. അതാ വേനൻ്റെ സ്വഭാവം മാറുകയാണ്, ഭാവം മാറുകയാണ്. വേനൻ അതുവരെ സംസാരിച്ച രീതിയൊന്നുമല്ല, പ്രവർത്തിച്ച രീതിയൊന്നുമല്ല. വേനൻ സാധാരണ മനുഷ്യരോട് നടത്തിയ സമീപനങ്ങളുണ്ടല്ലോ, അത് അങ്ങേയറ്റം വിരുദ്ധാത്മകമാവുകയാണ്. ഞാൻ എന്ന് പറയുന്ന രാജാവ് എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ദൈവം അയച്ചിട്ടുള്ള ആളാണ് എന്ന് പറഞ്ഞ രാജാവാണ് വേനൻ. എന്ന് പറഞ്ഞാൽ സ്നേഹവും ദയാവായ്പുമാണ് രാജാവിൻ്റെ ഏറ്റവും പ്രധാനമായ സമീപനം സാധാരണക്കാരോട് ആവേണ്ടത് എന്ന് പറഞ്ഞ വേനൻ രണ്ടാം തവണ രാജാവാകുമ്പോൾ പറഞ്ഞ കാര്യം എന്തെന്ന് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. അയാൾ പറഞ്ഞു, ദാഹിക്കുന്നവന് ദാഹജലം കിട്ടണമെങ്കിൽ രാജാവിനെ പ്രകീർത്തിക്കണം. ദാഹിച്ചു ചെല്ലുന്നവനല്ല വെള്ളം, പിന്നെയോ പ്രാർത്ഥിച്ചു ചെല്ലുന്നവനാണ്. ആരോടാണ് പ്രാർത്ഥന? രാജാവിനെ പ്രാർത്ഥിക്കണം എന്നാണ്. രാജാവിനെ പ്രാർത്ഥിച്ചു ചെല്ലുന്നവന് മാത്രമേ സിന്ധു നദിയിൽ നിന്ന് വെള്ളം കോരി കുടിക്കാൻ പറ്റുള്ളൂ. രാജാവിനെ മുക്തകണ്ഠം പ്രശംസിക്കുന്നവന് മാത്രമേ ഒരു കുടം വെള്ളം മറ്റ് ചെറിയ തന്തികളിൽ നിന്ന് നിറച്ചെടുക്കുവാൻ പാടൂ. അല്ലാതെ നിറച്ചെടുത്തവന്, ദാഹജലമാണ് പറയുന്നത്, ദാഹജലത്തിന്റെ കാര്യമാണ് പറയുന്നത്, അല്ലാതെ നിറച്ചെടുത്തവന് മാരകമായ ശിക്ഷയാണ് രാജാവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഈ ദാഹജലത്തിന്റെ കാര്യത്തിൽ വേനൻ എന്ന് പറയുന്ന രാജാവ് ഇങ്ങനെയാണ് പ്രവർത്തിച്ചത് എങ്കിൽ ബാക്കി കാര്യങ്ങളിൽ അയാൾ എങ്ങനെയായിരിക്കും പ്രവർത്തിച്ചത്? മഴ പെയ്യിക്കുന്നതും രാജാവ്, വെയിലുണ്ടാക്കുന്നതും രാജാവ്, പ്രകൃതിയിലെ എല്ലാ മാറ്റങ്ങൾക്കും ഉത്തരവാദി രാജാവ്. രാജാവാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആൾ എന്നാണ്. ദൈവം നേരിട്ട് രാജ്യം ഭരിക്കുവാൻ ഏൽപ്പിച്ചിരിക്കുകയാണ് രാജാവിനെ. അതാണ്. അപ്പൊ രാജാവ് പറയുന്നത് മാത്രമാണ് ശരിയുള്ളത്. ഐ ആം ദ സ്റ്റേറ്റ് എന്ന് വീമ്പ് പറഞ്ഞ ഒരു ഭരണാധികാരിയെ ചരിത്രം പിൽക്കാലത്ത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. ഐ ആം ദ സ്റ്റേറ്റ്, ഞാനാണ് രാജ്യമെന്ന്. ഒരുപക്ഷെ അയാൾക്ക് ആ അറിവ് പോലും കിട്ടുന്നത് നമ്മുടെ പുരാണ പ്രസിദ്ധനായ വേനനിൽ നിന്നാണ്. ചരിത്രം റിപ്പീറ്റ് ചെയ്യുന്നത് കാണാം പല സംഗതികളിലും. അപ്പോൾ വേനരാജാവ് ദൈവത്തിൻ്റെ അവതാരമാണ്. ദൈവത്തിനെ പ്ലീസ് ചെയ്യിപ്പിക്കുവാൻ നിങ്ങൾ ഇനി വേറെ ഒന്നും ചെയ്യണ്ട. രാജാവായ വേനനെ പ്ലീസ് ചെയ്യിപ്പിച്ചാൽ മതി. അതുകൊണ്ട് അയാൾ അമ്പരചുംബികളായിട്ടുള്ള ബിൽഡിങ്ങുകൾ പടുത്ത് ഉയർത്തുകയാണ്. ഏത് കാലത്താണ്, ഏത് സമയത്താണ് ഈ മഹാസൗധങ്ങൾ പടുത്തുയർത്തുന്നത്? ആ മഹാസൗധങ്ങൾക്ക് അയാൾ ദുർഗയുടെയും അതുപോലെ മറ്റു പല ദേവീദേവന്മാരുടെയും ആലയങ്ങളായി അയാൾ അതിനെ ചിത്രീകരിക്കുകയാണ്. അത്തരത്തിലുള്ള ബിൽഡിങ്ങുകൾ, അത്തരത്തിലുള്ള ദേവാലയങ്ങൾ ഉണ്ടാക്കുവാൻ അയാൾ സാധാരണ പ്രജകളെ
വല്ലാതെ ഉപദ്രവിച്ചുകൊണ്ട് നടപ്പാക്കുകയാണ്. വല്ലാതെ ഉപദ്രവിച്ചുകൊണ്ട് തന്നെ. അപ്പൊ വേനൻ എന്ന് പറയുന്ന രാജാവ് ഭരണത്തിൽ രണ്ടാം തവണയും ഭരണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അയാൾ പ്രജകളോട് സ്വീകരിച്ച നടപടികൾ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്ന കാര്യമാണ് നമുക്ക് ഇവിടെ പ്രസക്തമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. പറഞ്ഞു കഴിഞ്ഞിരുന്നു ഒരിക്കൽ ഞാൻ, ബ്രഹ്മദണ്ഡനീതി എന്ന് പറയുന്ന നിയമാവലി അനുസരിച്ചാണ് വേനന്റെ പൂർവികന്മാരായ അങ്കനും അനങ്കനും മറ്റു രാജാക്കന്മാരുമൊക്കെ ഭരണം നടത്തിയത് എന്ന്. ആ നിയമാവലിയുടെ അടിസ്ഥാനത്തിൽ രാജാക്കന്മാർ ഭരണം നടത്തിയപ്പോൾ രാജാക്കന്മാർ നല്ല എന്താ പറയുക സുഹൃത്തുക്കളായിരുന്നു, ജനങ്ങൾക്ക് നല്ല വഴികാട്ടികളായിരുന്നു, ഫ്രണ്ട്സ് ആയിരുന്നു. എന്നാൽ വേനൻ ഭരണം നടത്തുമ്പോൾ അത്തരത്തിലുള്ള ഒരു നിയമാവലിയും അയാൾ സ്വീകരിച്ചില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കിയെടുക്കേണ്ടത്, അതുവരെ നിലവിൽ നിന്നിരുന്ന ബ്രഹ്മദണ്ഡനീതിയെ കാറ്റിൽ പറത്തിക്കൊണ്ട് പിച്ചി ചീന്തി വലിച്ചെറിഞ്ഞുകൊണ്ട് ആണ് വേനൻ ഭരണം നടത്തിയത് എന്നാണ്. ഒരു നിയമവും അയാൾ സ്വീകരിച്ചില്ല. തൻ്റെ പൂർവികന്മാരായുള്ള ഭൃഗുക്കളൊക്കെയും അങ്കിരസന്മാരൊക്കെയും ഒക്കെ സാധാരണ മനുഷ്യരുടെ ക്ഷേമത്തിനു വേണ്ടി എഴുതിയുണ്ടാക്കിയ നിയമങ്ങളൊന്നും വേനനെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങളായിരുന്നില്ല, അവശ്യമായ നിയമങ്ങളേ ആയിരുന്നില്ല. വേനന് അടിസ്ഥാനപരമായിട്ടുള്ള അറിവ്, വിദ്യാഭ്യാസം കിട്ടുന്നത് ഭൃഗുമഹർഷിയുടെ കീഴിൽ നിന്നാണ്. നമ്മുടെ വെട്ടമ്മാണിയൊക്കെ എഴുതി വച്ചിരിക്കുന്നത് അങ്കിരസന്മാരുടെ എന്താ പറയേണ്ടത് വിദ്യാലയത്തിൽ ആണ് വേനൻ വിദ്യ അഭ്യസിച്ചത് എന്നാണ്. അല്ല, വേനൻ വിദ്യ അഭ്യസിച്ചിട്ടുള്ളത് ഭൃഗുമഹർഷിയുടെ വിദ്യാ സങ്കേതത്തിൽ നിന്നാണ്. കാരണമുണ്ട്. ഭൃഗുമഹർഷിയുടെ വിദ്യാസങ്കേതത്തിൽ ശുക്രാചാര്യരുടെ ക്ലാസ്മേറ്റ് ആയിട്ടാണ് വേനൻ വിദ്യ അഭ്യസിക്കുന്നത്. അതാ നമ്മളിനി പറയാൻ പോകുന്നത്. ഇത്രയും ക്രൂരമായി മനുഷ്യരെ ഉപദ്രവിച്ച വേനൻ എന്ന് പറയുന്ന രാജാവിനെ മര്യാദ പഠിപ്പിക്കുവാൻ, ആ പാവപ്പെട്ട ജനതയെ രക്ഷിച്ചെടുക്കുവാൻ ജീവിതം മുഴുവനും എന്താ പറയേണ്ടത് ഹോമിച്ച മഹാമനുഷ്യൻ ആയ ശുക്രനും ഈ രണ്ടുപേരും നിന്നത് രണ്ട് വിപരീത ധ്രുവങ്ങളിലാണ് എന്ന് കാണിക്കുവാൻ വേണ്ടിയാണ് ഞാനതിപ്പോൾ സൂചിപ്പിച്ചത്. ഇനി നമുക്ക് പറയാനുള്ളത്, ഈ വേനഭരണം എന്ന് പറയുന്നതാണ് അക്കാലത്ത് ഉണ്ടായ ഏറ്റവും ദുരിതപൂർണമായ ഭരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ്. ആ വേനന്റെ ഭരണകാലത്ത് സാധാരണ മനുഷ്യർ അനുഭവിച്ച വേദനയുടെ ദുരന്തങ്ങളുടെയൊക്കെ തീച്ചൂളയിൽ നിന്ന് അവരെ രക്ഷിച്ചെടുത്ത ശുക്രാചാര്യർ മറ്റൊരു നിയമസംഹിത എഴുതിയുണ്ടാക്കുകയാണ്. എന്തിനു വേണ്ടി? ദുർഭരണം നടത്തുന്ന വേനനെ മര്യാദ പഠിപ്പിക്കുവാൻ. ദുർഭരണം നടത്തുന്ന വേനനെ മര്യാദ പഠിപ്പിക്കാതെ മറ്റൊന്നും ഈ പാവപ്പെട്ട ജനതയ്ക്ക് ഒരു രക്ഷയും കിട്ടുകയില്ല. അതാണ് ആ ദുർഭരണത്തിൽ നിന്ന് സിന്ധു നദീതീരത്തെ രക്ഷിക്കുവാൻ, യയാവതീ തീരത്തെ രക്ഷിച്ചെടുക്കുവാൻ ശുക്രാചാര്യർ ഉണ്ടാക്കിയ നിയമസംഹിതയാണ് ശുക്രദണ്ഡനീതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിനു മുമ്പുണ്ടായിരുന്ന ഭൃഗുദണ്ഡനീതിയൊക്കെ കാറ്റിൽ പറത്തി അതിൻ്റെ നിയമ സംഹിതകളോ നിയമാവലികളോ ഒന്നും ആരുടെ മനസ്സിലും ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ടാക്കിയല്ലോ ഈ വേനൻ എന്ന് പറയുന്ന
രാജാവ്. എന്നാൽ സർവ നിയമങ്ങളെയും കാറ്റിൽ പറത്തി മനുഷ്യരെ ഉപദ്രവിക്കുവാൻ ഗദയും കൊണ്ട് നടന്ന, ആയുധങ്ങളും കൊണ്ട് നടന്ന വേനനെ മര്യാദ പഠിപ്പിക്കുവാനും ഏതാണ്ട് നിർജീവമായി കഴിഞ്ഞ ജനതയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള ആശ നൽകുകയും ചെയ്ത നിയമസംഹിതയാണ് ശുക്രദണ്ഡനീതി എന്ന് പറയുന്ന നിയമസംഹിത. അതായത് നിർജീവമായ ഒരു രാജ്യജനതയെ സജീവമാക്കുവാൻ വേണ്ടി എഴുതിയുണ്ടാക്കിയ നിയമസംഹിതയാണ് ശുക്രദണ്ഡനീതി എന്ന് പറയുന്നത്. ഈ ശുക്രദണ്ഡനീതി എന്ന് പറയുന്ന നിയമസംഹിതക്കനുസരിച്ച് ജീവിക്കുവാൻ അവസരം കിട്ടുമ്പോൾ ഏതാണ്ട് ചത്തുകിടക്കുന്നവർക്ക് പോലും, മൃതമായി കിടക്കുന്നവർക്ക് പോലും ജീവിതത്തെക്കുറിച്ച് പുതിയ ആശയങ്ങളുണ്ടാകുന്നു, അഭിലാഷങ്ങളുണ്ടാകുന്നു, പുതിയ തൂമ്പുകൾ ഉണ്ടാവുകയാണ് ജീവിതമെന്ന് പറയുന്ന ആ ചെടിക്ക്. ഇങ്ങനെ നിർജീവമായൊരു ജനതയെ ഒരു രാജാവിൻ്റെ വൃത്തികേട് കൊണ്ട്, ക്രൂരത കൊണ്ട് നിർജീവമായി പോയ ഒരു ജനതയെ ജീവിതത്തിലേക്ക്, പ്രതീക്ഷയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ഉണ്ടാക്കിയ നിയമസംഹിതയല്ലാതെ മറ്റെന്താണ് മൃതസഞ്ജീവനി? അത് ഹിമാലയത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന കേവലം ഒരു ചെടിയാണോ? അത് മറ്റേതെങ്കിലും കൂട്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു കഷായ കൂട്ടാണോ? ഈ കാര്യത്തെക്കുറിച്ചൊക്കെയാണ് നമ്മളിനി വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. ഈ നിയമസംഹിതയായ ശുക്രനീതിയിൽ ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് അവതരിപ്പിക്കുന്നത് എന്ന കാര്യങ്ങൾ കൂടി നമുക്കറിയേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ കൂടി അറിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് മൃതസഞ്ജീവനിയല്ലാതെ മറ്റൊന്നുമല്ല. ശുക്രദണ്ഡനീതിക്കകത്ത് അല്ലെങ്കിൽ ശുക്രനീതിക്കകത്ത് പ്രതിപാദിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ച ഈ കാര്യങ്ങളെ വളരെ മനോഹരമായിട്ട് അന്ന് ജീവിതത്തെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള പ്രതീക്ഷകളുമില്ലാതെ അസ്തപ്രജ്ഞരായി പോയ ഒരു ജനതയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ തൻ്റെ അറിവിനെ ഉപയോഗിച്ച്, നിയമത്തെ ഉപയോഗിച്ച് രാജാവിനെ നിഷ്ക്രിയനാക്കി, അല്ലെങ്കിൽ രാജാവിനെ പ്രജകളുടേതുപോലെ തന്നെ ഒരു മനുഷ്യനാക്കി മാറ്റുന്ന ഏർപ്പാടാണ് ശുക്രനീതി എന്ന് പറയുന്ന ഗ്രന്ഥത്തിനകത്ത് ശുക്രാചാര്യർ ചെയ്തു വച്ചിരിക്കുന്നത്. രാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേനൻ വിചാരിക്കുന്നത് പോലെ ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തനായ ഒരാളെ അല്ല. അതാ പണ്ട് ഭൃഗുമഹർഷിയൊക്കെ വിഭാവനം ചെയ്തിട്ടുള്ള ഒരു സാധാരണ മനുഷ്യൻ തന്നെയാണ് ഈ രാജാവ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഗ്രന്ഥമാണ് ശുക്രനീതി. അപ്പോൾ സാധാരണ മനുഷ്യൻ തന്നെ എന്ന് ബോധ്യം വരുമ്പോൾ പിന്നെ ആ മനുഷ്യനെ കുറിച്ച് എത്രമാത്രം ബേജാറാവേണ്ടതില്ല ഞങ്ങൾക്ക് എന്ന് അടിയും ഇടിയും തൊഴിയും കൊണ്ട് അവശരായി കിടക്കുന്ന സാധാരണ മനുഷ്യർക്ക് ബോധ്യം വരികയാണ്. അവരുടെ നഷ്ടപ്പെട്ട മുഴുവൻ പ്രതീക്ഷകളും സജീവമാവുകയാണ്. ജീവിതം തന്നെ വീണ്ടും തൂമ്പ് എടുത്ത് വളരുകയാണ്. മൃതമായി കിടക്കുന്നവരൊക്കെയും സജീവമാവുകയാണ്.
മൃതമായ ജീവിതത്തെ സജീവമാക്കുന്നത് മൃതസഞ്ജീവനിയല്ലാതെ മറ്റെന്ത്? ഈ മൃതസഞ്ജീവനിയെ പറ്റിയാണ് നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനുള്ളത്. അത് നമുക്ക് അടുത്ത പ്രഭാഷണങ്ങൾ മുതലാവാം. തൽക്കാലം നിർത്തുന്നു. നമസ്കാരം.